ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ എനർജി നിങ്ങളുടെ ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കും, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നോക്കാം, ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം എന്താ കാണുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് 9 of Cups and 7 of Pentacles. Okay, 3 of Pentacles, Death card and ഹെർഫറ്റ്. ഓക്കെ, ശരി. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്നല്ല, ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ വളരെയധികം ശരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാവാട്ടോ ഇവിടെ. അത് ഏതാന്നുള്ളത് ഇവിടെ കാണുന്നില്ല. കുറച്ച് പേർക്ക് ഇവിടെ മണി ആവാം, കാരണം പെറ്റക്കിൾസ് കാർഡാണ് കൂടുതൽ വന്നിട്ടുള്ളത്. സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. കുറച്ച് സാലറി ഇൻക്രീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു കുറച്ചുകൂടി മണി കുറച്ച് കിട്ടുക എന്ന രീതിയിൽ സാലറി കിട്ടുക, എന്ത് തന്നെയായാലും ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അല്ലെങ്കിൽ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെ. അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, നല്ല റിലേഷൻഷിപ്സ്, സ്ട്രോങ് റിലേഷൻഷിപ്സ്, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന രീതി നിങ്ങളുടെ മനസ്സിലൊരു നല്ലൊരു ആഗ്രഹമുണ്ട്, ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഐ തിങ്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആഗ്രഹം നിങ്ങളുടെ നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, തടസ്സങ്ങൾ കാണുന്നുണ്ട് എനിക്ക്. തടസ്സങ്ങൾ ഒന്ന് നിങ്ങളുടെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, നിങ്ങളുടെയോ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. ഓക്കെ, സോ മേ ബി അതിൻ്റെയൊക്കെ ആയിരിക്കാം, പണം റിലേറ്റഡ്. മേ ബി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടാവാം നിങ്ങൾക്ക്. ബട്ട് നിങ്ങളുടെ ഒരു ലക്ഷ്യം എത്താൻ, ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു ഗോൾ എത്താൻ വേണ്ടിയിട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ട്. ഒന്ന് ഇവിടെ മറ്റുള്ളവരുടെ ഇടപെടൽ, ഓക്കെ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒപ്പീനിയൻ പറയല്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, 100 ഒപ്പീനിയൻ കേൾക്കില്ലേ നമ്മൾ. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടാവാം, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവാം. ഓക്കെ, മലയാളം ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിച്ച സോറി. അപ്പോൾ അങ്ങനെ നിങ്ങളെ ശ്രമിക്കുന്നുണ്ടാവാം, കോമ്പറ്റീഷൻ ഉണ്ടാവാം, ഓക്കെ, ഗോസിപ്പ് ഉണ്ടാവാം, പല കാര്യങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരിക, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എവിടേക്കോ നിങ്ങൾ തന്നെ അവനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല, ഇത് കിട്ടുമോ കിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. ഓക്കെ, നിങ്ങൾ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കേജസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും പറയും. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഈ കാര്യം മെൻഷൻ ചെയ്തിരുന്നു. എവിടെയോ നമ്മൾ തന്നെ അവനെ തടസ്സപ്പെടുത്തുന്നു അല്ലേ, അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താൻ സമയം എടുക്കുന്നുണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ഷമയോടെ കാത്തിരിക്കുക, കുറച്ച് അത് സമയമെടുത്താലും നിങ്ങളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ, അതിന് തടസ്സങ്ങളുണ്ട്, ശരിയാണ്, തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പലരും പലതും ഒപ്പീനിയൻ പറയുന്നുണ്ടാവും, പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അത് ഉറപ്പാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാര്യങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, ഇതിവിടെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കൂടിച്ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ അഡ്വൈസ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഓൾറെഡി ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ളത് ചെയ്ത അതേ ആൾക്കാർ, അത് മീൻസ് അതേ കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ വേറെ ഉണ്ടാവും അല്ലേ. അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് ചോദിക്കുക, അവരെങ്ങനെയാണ് അത് ചെയ്തത്, എങ്ങനെയാണ് അവർക്ക് തീർക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് യൂണിവേഴ്സ് പറയുന്നത് ഡെത്ത് ആൻഡ് ഹെയറോഫന്റ് ആണ്. ഓക്കെ, ഡെത്ത് ഇവിടെ നമുക്ക് എന്തായാലും നമ്മൾ പറയാറുള്ളത് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് പറയുക. എന്തെങ്കിലും ഒരു കാര്യം അവസാനിച്ച് നമുക്ക് പുതിയത് കിട്ടുമെന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വരും എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ മാറി വരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ക്ഷമയോടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതും ആക്ച്വലി അത്തരത്തിലും എടുക്കാം. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക അപ്പോൾ തൽക്കാലം. ഓക്കെ, എന്ന് വെച്ചാൽ റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കലല്ല, അങ്ങനെയല്ല. നിങ്ങൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക, ക്ഷമയോടെ ഡീൽ ചെയ്യുക, ഒരല്പം ക്ഷമ വെക്കുക. ഇപ്പോൾ എനിക്ക് അത് നടക്കുന്നില്ല എന്നാണെന്ന് പറഞ്ഞിട്ട് ഗിവ് അപ്പ് ചെയ്യണ്ട എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ച് തരും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു മാറ്റം സംഭവിക്കും. നമ്മളൊരു കാര്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ, ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇപ്പം നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ, ഐ തിങ്ക് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ബോറടിക്കണേ, സോറി. നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾ, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഒരു ജോലി നിങ്ങൾക്ക് വേണം, ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ നടക്കും? ഓക്കെ, അങ്ങനെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ വരുമോ? ഇല്ല, അങ്ങനെയല്ല. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യണം, നിങ്ങൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകണം, ഇൻ്റർവ്യൂ കൊടുത്ത് അതിൻ്റെ ക്ലിയർ ആവണം, മറ്റുള്ളവർ കോമ്പറ്റീഷൻ ഉണ്ടാവും, പലതും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പോയി എത്തണ്ടേ, അങ്ങനെ ഇങ്ങനെ 100 ചിന്തകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നു വരാൻ. ഓക്കെ, ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കത്, നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിനോട് പറയണമെങ്കിൽ ജോലി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ലൊരു പൊസിഷൻ, നിങ്ങൾക്ക് പറ്റിയ ഒരു പൊസിഷൻ ഓപ്പൺ ആയിട്ട് ആദ്യം വരണം, അല്ലേ? ആ പൊസിഷൻ ഓപ്പൺ ആയിട്ട് വരാൻ അതിൻ്റെ ഒരു ആഡ് അവരിടണം. ആ ആഡ് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ എത്ര പ്രോസസ്സാണ് ആലോചിച്ച് നോക്കൂ. സോ അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. സമാധാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഞാനില്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ബട്ട് എന്നാലും യൂണിവേഴ്സ് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ഷമ വയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. ഒരല്പം കൂടെ ഒന്ന് ക്ഷമ വയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടാവും, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടാവും, സ്വഭാവത്തിൽ നിങ്ങളുടെ കഴിവുകൾ പലതും നിങ്ങൾ ചെയ്യാനുണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അതിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് കുറച്ചുകൂടി പഠിക്കാൻ പറയുന്ന പോലെ ഉണ്ട് ഇവിടെ എനിക്ക്. നിങ്ങളുടെ ടാലൻസ്, ഓക്കെ, ടാലൻസിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇത് ഗൈഡൻസ് ആരുടെയെങ്കിലും എടുക്കുന്നതായിട്ട് പറയും. ഹൈറോഫൻറ്റ് നമ്മൾ അങ്ങനെയും പറയാറുണ്ട്. ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഗൈഡ് ചെയ്യാൻ, അതായത് അഡ്വൈസ് തരാനായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന്. ഞാൻ പറഞ്ഞു അത് ഓൾറെഡി ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലേ? അപ്പോൾ അവരുടെ നിന്ന് അഡ്വൈസ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോൾ എന്ത് സിറ്റുവേഷനാണോ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത് അത് അതേപോലെ കടന്നുപോയ വ്യക്തികൾ വേറെ ഉണ്ടാവാം. ഓക്കെ, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക, അഡ്വൈസ് ചോദിക്കുക. ഓക്കെ, വീട്ടിൽ തന്നെ ഫാമിലിയിൽ ആരെങ്കിലും സീനിയേഴ്സ് ആരെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിവുള്ള വ്യക്തികളോട് നിങ്ങളൊന്ന് അഡ്വൈസ് ചോദിച്ച് കാര്യങ്ങളുടെ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തും, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ മാറി അറേഞ്ച് ആയിട്ട് വരാനുണ്ട്. അതിൻ്റെ ഒരു സമയത്തിൻ്റെ ഡിലേ മാത്രമാണിത്. ഓക്കെ, നിങ്ങൾ ഗിവപ്പ് ചെയ്യരുത്. ആക്ച്വലി ഇത് ഗിവപ്പ് ചെയ്യരുത് എന്നും പറയാം. ഗിവപ്പ് ചെയ്യരുത് നിങ്ങൾ. ഓക്കെ, ടോട്ടലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇനി ഒന്നും നടക്കുന്നില്ല, എനിക്ക് മതിയായി, വിട്ട് കളയാം എന്ന് വരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല, വിട്ട് കളയാനുള്ള സമയമായിട്ടില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ഈ സിറ്റുവേഷൻ ഞാനിവിടെ ജനറലായിട്ട് മാത്രമേ എന്ന് സംസാരിക്കുന്നുള്ളൂ. ജനറൽ റീഡിംഗ് അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങളും ആവാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി എടുക്കാം. വേറെന്താ പറയുന്നത്? വിസ്ഡം, പഠിക്കുക. ഞാൻ എന്താ പറഞ്ഞ, ലേൺ. ഓക്കെ, കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ആക്സെപ്റ്റൻസ്, നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവാം. പ്രൊട്ടക്ഷൻ, ഓക്കെ, ഗുഡ്. ഓക്കെ, 9 of Wands ആക്ച്വലി നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞ പോലെയും ആവാം. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, പേഷ്യൻസ്, സെൽഫ് റിഫ്ലക്ഷൻ, യെസ്, ആൻഡ് ആക്ഷൻ. വെരി ഗുഡ്. ന്യൂ ബിഗിനിങ്സ്, ന്യൂ മൂൺ. ഇപ്പം ന്യൂ മൂൺ കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? നമുക്കിനി ഫുൾ മൂൺ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ന്യൂ മൂൺ നമുക്ക് കണക്കാക്കാം. ഓക്കെ, അടുത്ത ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുൾ മൂൺ ഐ തിങ്ക് ഈ ആഴ്ച വരുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറൗണ്ട് ഈ ആഴ്ച ആവാൻ ചാൻസ് ഉണ്ട് ഫുൾ മൂൺ. അത് കഴിഞ്ഞ് വരുന്ന അമാവാസി. ഓക്കെ, ആ ഒരു സമയം പീരീഡ് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, 2 എന്ന് കാണുന്നുണ്ട്. ഇതൊക്കെ ഫെബ്രുവരി 2 നമ്പർ 2 കാണുന്നുണ്ട് ഒരുപാട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്കൊരു സമയത്തിൻ്റെ ഒരു എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഐ തിങ്ക് ഒരു 2 വീക്സ്, യെസ്, 2 വീക്സ് ടൈം നമ്മൾ പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരു 2 വീക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കാണാം എന്നായിരിക്കാം. ഓക്കെ, എനിക്ക് എന്തോ തോന്നി അങ്ങനെ. ആൻഡ് ഇവിടെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ട, ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലൈക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വിസ്ഡം ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക, ആരോടെങ്കിലും അഡ്വൈസ് എടുക്കുക, നിങ്ങളായിട്ട് തന്നെ പഠിക്കാൻ ചേരുക, എന്തെങ്കിലുമൊക്കെ കൂടുതൽ പഠിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, ആൻഡ് ഇവിടെ അക്സെപ്റ്റൻസ് ഉണ്ട്. അക്സെപ്റ്റൻസ് ഇത് നമ്മൾ 2 തരത്തിലെടുക്കാം. ഒന്ന്, നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരുന്നു, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സമയം എടുക്കേണ്ട യൂണിവേഴ്സ് എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യണമെല്ലാം. ഓക്കെ, നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക, റിസീവ് ചെയ്യാൻ തയ്യാറാവാം.
ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഇതുവരെ, ഓക്കെ, അത് നടക്കും നിങ്ങൾക്ക്. ഓക്കെ, ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളൊരു ആഗ്രഹം, ഓക്കെ, തീർച്ചയായിട്ടും നടക്കും. ആൻഡ് പ്രൊട്ടക്ഷൻ, ഓക്കെ, പ്രൊട്ടക്ഷൻ ആണിത്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എപ്പോഴും എന്ത് തന്നെ സംഭവിക്കുമ്പോഴും, നെഗറ്റീവ് സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഡെത്ത്, ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവും, പക്ഷെ അതിന് ശേഷം പുതിയത് കൊണ്ടുവരും യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ചിലത് എൻഡിങ്സ് എപ്പോഴും നല്ലതിനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എൻഡിങ്, ചിലത് എൻഡായി പോയാലേ നിങ്ങൾക്ക് പുതിയത് ചിലത് തുടങ്ങുള്ളൂ, സ്റ്റാർട്ട് ആവുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂ ബിഗിനിങ്സ്. നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവരികയാണ്. എനിക്ക് അതിനുവേണ്ടി വേറെ ചിലത് അവസാനിക്കണം എന്നുള്ളതൊരു നിയമമാണ് നമ്മുടെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊക്കെ റൂൾസ് ഓഫ് ദ ഒരു ലോ ആണ്. നമ്മൾ ചിലത് അവസാനിച്ചാലേ ചിലത് പുതിയ തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? പേഷ്യൻസ്, ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ, ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ സെൽഫ് റിഫ്ലക്ഷൻ, ഞാൻ പറഞ്ഞത് നിങ്ങളെ തന്നെ നോക്കാം, നിങ്ങൾ അവനവനിലേക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ശരിക്കും. ഓക്കെ, ആദ്യത്തെ കാര്യം വേറെ ഞാൻ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഒരു ആഗ്രഹം ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളൊന്ന് നന്നായി ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കാം നിങ്ങൾക്ക് അത് തന്നെയാണോ വേണ്ടത് എന്ന്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറാവുന്നുണ്ട്. ഓക്കെ, പിന്നീട് അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പറയരുതല്ല ഞാൻ ഇതെല്ലാം ചോദിച്ചതെന്ന് പറയാൻ പാടില്ല. ഓക്കെ, സോ എനിവേ, അത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ പേടികളാണോ, നിങ്ങളുടെ ഫിയേഴ്സ് ആണോ? ഓക്കെ, നമ്മുടെ ഷാഡോ സൈഡ് എന്ന് പറയും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യും എത്രയും വേഗം. ഷാഡോ സൈഡ്, ഇന്നർ ചൈൽഡ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി ഒന്ന് പഠിച്ചു വരികയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്കറിയാൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡെപ്തിൽ പറയണം. സോ ഞാൻ അതിനൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസായിട്ട് വരാം അതിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ പേടികൾ, നിങ്ങളുടെ ഉള്ളിൽ എന്താ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തിനാണ് ടെൻഷൻ ആവുന്നത്? നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ പറയരുത് ഒരിക്കലും. ആ പറയുന്നത് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് പലതും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക അതൊക്കെ. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് നമ്പേഴ്സ് 17 ഞാൻ അവിടെ തിരിച്ചു വെച്ച് 36, 22, 4, 24 ആൻഡ് ഇത് 2 ഉണ്ടായിരുന്നു. സോ അതാണ് ഞാൻ 2ന്റെ കുറേ പറഞ്ഞത്. 2ഉം 4ഉം ഇവിടെ കുറേ ഉണ്ട്. സോ ലൈഫിന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരുമെന്ന് പറയും. നിങ്ങൾ അലൈൻമെന്റിൽ വരികയാണ്. ആക്ച്വലി നിങ്ങൾ ആണ് അലൈൻ ആവുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തിയും ആയിട്ട് ഒരു അലൈൻമെന്റിലേക്ക് വരികയാണ്. ഓക്കെ, സോ അത് മാച്ച് ആവുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല, വെറുതെ എന്തെങ്കിലും വിഡിത്തരം പോലെ ആക്ഷൻ എടുത്തിട്ടും കാര്യമില്ല, അല്ലേ? രണ്ടും കൂടി ഒരു മാച്ചായിട്ട് പോകണം. സോ അതിലേക്ക് ഐ തിങ്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് എത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. 2 to 2 അതാണ് പറയുക, കം ഇൻ ടു അലൈൻമെന്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്പർ 4ഉം 2 ഉണ്ട് ഇവിടെ. ഓക്കെ, എനിവേ ടോട്ടൽ 4 ഉണ്ട് ഇവിടെ. 4 അഗെയിൻ 4, 6, 36 വരുമ്പോൾ 9, ഇവിടെ 8, 2 ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം. ഓക്കെ, സോ എല്ലാവർക്കും എനിവേ നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.